ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ വന്നിരിക്കുന്നത് കറിവേപ്പ് മരത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ. ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറിവേപ്പ് എല്ലാവർക്കും ആവശ്യമുള്ളൊരു സാധനമാണല്ലേ. ആർക്കും ഇത് ഒഴിവാക്കാൻ പറ്റില്ല. കറിക്കായാലും അതെ, പിന്നെ നമുക്ക് നമ്മളെ ഇങ്ങനെ ഔഷധ ഗുണങ്ങളിലായ തലമുടിയിലേക്കുള്ള എണ്ണ കാച്ചാൻ, പിന്നെ അങ്ങനെ കുട്ടികൾക്ക് മുക്കുടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കില്ല, മോര് കാച്ചിയതൊക്കെ, അതിലേക്ക് നമ്മളിതൊക്കെ കൂട്ടിച്ചേർക്കാറുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇത് ആവശ്യമായ ഒരു സാധനമാണ് കേട്ടോ. നമ്മുടെ വീട്ടുവളപ്പിലൊക്കെ വളരെ സാധാരണയായിട്ട് കാണുന്ന എന്ന നല്ല അത്ഭുത ഗുണങ്ങൾ നിറഞ്ഞ ഒരു ചെടിയായ കറിവേപ്പിലയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ കറികളിലും സാമ്പാറിലും തോരനിലും ഒക്കെ കറിവേപ്പില ചേർക്കാറുണ്ട് അല്ലേ. പലരും ഭക്ഷണം കഴിക്കുമ്പോൾ, അതായത് കുട്ടികളാട്ടോ പ്രധാനമായിട്ട്, അത് മാറ്റി വയ്ക്കുന്നുണ്ട്. പക്ഷേ കറിവേപ്പിൽ ധാരാളം പോഷകഗുണങ്ങൾ, ആരോഗ്യ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ണിന് കാഴ്ച കൂടുതൽ കിട്ടും കറിവേപ്പിൻ്റെ. നമുക്ക് പച്ചയ്ക്ക് തിന്നാം കേട്ടോ കറിവേപ്പിൻ്റെ ഇല, പച്ചയ്ക്ക് കഴിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെ നാടൻ കറിവേപ്പിൻ്റെ ഇല ആവുകൊണ്ട് നമുക്ക് കറിയിലൊക്കെ ഇട്ടതൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെയാണ് പ്രത്യേകം മാറ്റി വയ്ക്കണത് അല്ലേ. പിന്നെ കറിവേപ്പിലെ വിറ്റാമിൻ എയും ബിയും സിയും അതുപോലെ തന്നെ ഇയും പിന്നെ ഇരുമ്പ്, കാൽസ്യം, ഫൈബർ തുടങ്ങിയ പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിലെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ സഹായകരമാണ് കേട്ടോ ഈ ഒരു കറിവേപ്പിൻ്റെ ഇല. പിന്നെ കറിവേപ്പില നമ്മൾ സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ദഹനം മെച്ചപ്പെടുത്താനും പിന്നെ ശരീരത്തിന് ആവശ്യമായ ചില പോഷകങ്ങൾ ലഭിക്കാനൊക്കെ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ മുടിയുടെ ചർമ്മത്തിനും ആരോഗ്യത്തിൻ്റെ പിന്തുണ നൽകുന്നതിനും പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്ന ഒന്നാണ് ഈ ഒരു കറിവേപ്പ് മരം. പിന്നെ നമ്മളെ വീട്ടിൽ കറിവേപ്പില വളർത്തുന്നത് വളരെ എളുപ്പമാണ് കേട്ടോ. വേറൊന്നല്ല, നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നട്ടാൽ മതി. അതിന് പ്രത്യേകിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്ഥിരം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കാതെയാണ് ഉണ്ടാക്കണമെങ്കിൽ അത് നന്നായിട്ട് വളരും കേട്ടോ. പിന്നെ വിപണിയിലൊക്കെ ലഭിക്കുന്ന കറിവേപ്പിൻ്റെ നിറയെ കീടനാശിനിയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അധികം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാൻ നമുക്കത് സാധ്യമല്ല, നമുക്കത് താല്പര്യം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടത്തോടെ എടുക്കുകയും ചെയ്യാം. നല്ലൊരു എന്താ പറയുക, കീടനാശിനിയൊന്നും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിലൊരു കറിവേപ്പ് മരം വളർത്തുന്നത് നല്ല ശീലമാണ് കേട്ടോ. പിന്നെ കറിവേപ്പിൽ പാചകത്തിന് രുചിയും മണവും നൽകുന്നതോടൊപ്പം നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഔഷധ സസ്യമായും കണക്കാക്കപ്പെടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഭക്ഷണത്തിൽ കറിവേപ്പില മാറ്റി വയ്ക്കാതെ, പ്രത്യേകിച്ച് കുട്ടികളോടാണ് പറയുന്നത്, മാറ്റി വയ്ക്കാതെ തന്നെ കഴിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കറിവേപ്പ് നമുക്ക് ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു കൊമ്പ് ഒടിച്ചെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ കൊമ്പ് ഒടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്കത് അവിടുന്ന് വേറൊരു അമയായിട്ട് വരും കേട്ടോ. നേരെ നമ്മളിതിങ്ങനെ ഊരിയെടുത്ത് കൊണ്ടുപോയി വെച്ചാൽ അത് അങ്ങനെ നിൽക്കുള്ളൂ അവിടെ. അങ്ങനെ കൊമ്പ് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ വേറെ അമ്മ ഇങ്ങനെ വന്നിട്ട് പിന്നെ അതിങ്ങനെ കൂട്ടത്തോടെ നിൽക്കും കേട്ടോ. അങ്ങനെ കൊമ്പൊക്കെ വന്നിട്ട് പിന്നെ അധികം ഉയർത്ത് പോവില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കൊമ്പ് പൊട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ മാത്രമല്ല കേട്ടോ, നമ്മളുടെ ഏതാണ്ടോ ഈ ഒരു കാണുന്നതും കറിവേപ്പ് മരമാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ചെറിയ തോട്ടി ഉപയോഗിച്ചിട്ട് എടുക്കാവുന്നതല്ലോ കേട്ടോ. നല്ല മണമുള്ള കറിവേപ്പിൻ്റെ ഇലയാണിട്ടത്. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ കറിവേപ്പ് തൂമ്പ് വരുമല്ലോ, ആ തൂമ്പ് വരുന്ന സമയത്ത് എടുക്കുകയാണെങ്കിൽ അത് നല്ല വാസനയും, കറിയിലൊക്കെ ഇടുകയാണെങ്കിൽ പ്രത്യേക ഒരു വാസന കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ കറിവേപ്പ് മരത്തെ എല്ലാവർക്കും നല്ല പ്രയോജനകരമായ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.